അല്ല, ഒരു ധാരണ വേണ്ടായോ? അപ്പൊ ശ്രദ്ധിക്കുക. അല്ല, ഇതാ പ്രധാന വിഷയം. അതിനല്ലേ ഈ കഷ്ടപ്പെട്ട് ഇതെല്ലാം ക്രമീകരിച്ചത്. ദൈവത്തിന് മഹത്വം. അപ്പോൾ ചങ്ങനോട് ഫിലിപ്പോസ് സുവിശേഷം പറഞ്ഞു. അതിനകത്ത് സ്നാനമുണ്ട്. സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കാൻ, യേശുവിനോട് ചേരുവാൻ, യേശുവിനെ ധരിക്കുവാൻ, അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ സ്നാനം. യേശു മാതൃക കാണിച്ചു. എങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി, വെള്ളത്തിൽ മുങ്ങി. ഐനോനിൽ വെള്ളമുണ്ടായിരുന്നെന്ന് യേശു നടന്നാ വന്നത്. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. കർത്താവിന് മഹത്വം. അപ്പോൾ സുവിശേഷത്തിനകത്ത് മാനസാന്തരവും രക്ഷയുണ്ട്. സുവിശേഷത്തിനകത്ത് സ്നാനമുണ്ട്. തീർന്നില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് ആ ഭാഗം വിടാം. അതിനെ ഇന്ന് ഒക്കൂ. ഇത്താലിക പട്ടാളത്തിലെ കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു വലിയ പ്രഗത്ഭനായ മനുഷ്യനെ, നല്ല പോസ്റ്റിൽ ഇരിക്കുന്നയാളാ. ഒരിക്കൽ അദ്ദേഹത്തിനോട് ദൂതൻ വന്ന് പറഞ്ഞു, പ്രത്യക്ഷപ്പെട്ടു, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും എല്ലാം അങ്ങ് വന്നെന്ന് പറഞ്ഞു. വായിച്ചേ മോളെ, 10:1 മുതൽ അപ്പോസ്തല പ്രവൃത്തി 10 ഓടിച്ചു വായിക്കണം, സമയം. ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. അങ്ങനെ നല്ല മനുഷ്യനാ. ധർമ്മമൊക്കെ കൊടുക്കും. നമ്മുടെ ആൾക്കാർ അങ്ങനെ ചിലർ കൊടുക്കാറില്ല. ധർമ്മം കൊടുക്കണം, നേർച്ച കൊടുക്കണ്ട. ധർമ്മം കൊടുക്കണം. ഒരു ഭിക്ഷക്കാരൻ വന്നാൽ അവന് കൊടുക്കണം. ഭക്ഷണം ഉണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കണം. പൈസ ഉണ്ടെങ്കിൽ പൈസ അവന് ഇന്നത്തെ രീതി അനുസരിച്ചുള്ളത് കൊടുക്കണം. പക്ഷേ ദൈവമക്കളോട് പറയാ, നേർച്ചയൊന്നും കൊടുക്കണ്ട. ഒരിക്കലൊരു ഞങ്ങളുടെ സഭയിലൊരു അച്ചായനുണ്ട്, പാപ്പച്ചായൻ. ഇന്നും ഉണ്ടായിരുന്നു സഭായോഗത്തിന്. നല്ല മനുഷ്യനാ. നല്ല കുറുക്കി കൊള്ളുന്ന വർത്താനം പറയും. നന്നായിട്ട് നല്ല, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പഴുതടച്ച് വർത്താനം പറയും. പാപ്പച്ചായനും ഞാനും വേറെ 2 പേരോട് അദ്ദേഹത്തിൻ്റെ തിണ്ണയിൽ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുക. MC റോഡിൻ്റെ സൈഡിലാണ് വീട്. ഗേറ്റ് കഴിഞ്ഞാൽ MC റോഡാണ്. അപ്പോൾ ഒരാൾ ഗേറ്റ് തുറന്ന് ഇങ്ങോട്ട് വരുന്നു. കൂടെ ഒരാളൂടെ ഉണ്ട് പുറകെ. അപ്പോൾ ഒരു ഫോട്ടോയും ഉണ്ട്. കയറി ഇങ്ങോട്ട് വന്നപ്പോൾ പാപ്പച്ചായിരിക്കുന്നു, ഞാനും ഉണ്ട്. ഉടനെ പാപ്പച്ചാച്ചും എന്നാന്ന് ചോദിച്ചു. ഉടനെ പുള്ളി മിറ്റെന്ന് പറഞ്ഞ് വേളാങ്കണ്ണിക്ക ഒരു ഫോട്ടോയും ഒക്കെ ഉണ്ട്, വേളാങ്കണ്ണിക്ക്. ഉടനെ പാപ്പച്ചൻ വെളിയിലിറങ്ങിയേച്ച് അങ്ങോട്ട് പോകണം. വേളാങ്കണ്ണിക്കല്ലേ? വെളിയിലിറങ്ങിയേച്ച് പാലക്കാട് സൈഡ് ഇങ്ങോട്ട് പോരണമെന്ന്. ഉടനെ വന്ന പള്ളി, അച്ഛാ വേളാങ്കണ്ണിക്കാന്ന്. അതല്ലയോ തന്നോട് പറഞ്ഞ വേളാങ്കണ്ണി പരിക്കാത്താന്നോ? എടോ, വെളിയിലിറങ്ങിയേച്ച് അങ്ങോട്ട് പോണം. ഉടനെ അടുത്ത ഡയലോഗ്, അച്ഛാ ദൈവത്തിന്. ഉടനെ പുള്ളി ആരുടെയും കൈ കൊടുക്കത്തില്ല, നേരിട്ടാ കൊടുക്കുന്നെന്ന്. പിന്നെ അവന് മനസ്സിലായി, നിന്നിട്ട് വലിയ. അപ്പൊ പിന്നെ ഒരു ഡയലോഗ് കൂടെ, അച്ഛാ ഞാൻ ദൈവത്തെ നിലനിർത്തി. ഉടനെ പറഞ്ഞു, നീ ദൈവത്തെ നിലനിർത്തേണ്ട, പുള്ളി നിന്നോളും, നീ തന്നെ അങ്ങ് നിന്നാ മതി. അവൻ രാവിലെ വന്നിരിക്കുക ദൈവത്തെ നിലനിർത്താൻ. മനസ്സിലായല്ലോ? ഇത്രയും ആൾക്കാരാ ഞങ്ങളുടെ സഭയില്. സൂക്ഷിച്ചു വന്നോണം. അപ്പൊ ശ്രദ്ധിച്ചേ. അല്ല, കറക്റ്റ് കാര്യമല്ലേ പറഞ്ഞേ? ഞാൻ ദൈവത്തെ നിലനിർത്തി. പുള്ളി പറഞ്ഞു ദൈവം നിന്നോളും, നീ അങ്ങ് നിന്നാ മതി, നീ പോ. നീ രാവിലെ ഇറങ്ങിയേക്കാന്നോ ദൈവത്തെ നിലനിർത്താൻ? ദൈവം നിന്നോളും. അപ്പൊ ഒരു കാര്യം പറയാം, ധർമ്മം കൊടുക്കണം. അപ്പൊ ഈ കൊർന്നല്യോസ് ധർമ്മം കൊടുക്കുന്നയാളാ, ഭക്തനാ, സകല കുടുംബത്തോടും ദൈവത്തെ സേവിക്കുന്നവനാ. പക്ഷെ ദൂതൻ വന്ന് പറഞ്ഞു, പിന്നെ നിന്റെ ധർമ്മവും പ്രാർത്ഥനയും എല്ലാം ഇഞ്ഞെത്തി, പിന്നെ നീയും കൂടി ഇങ്ങോട്ടൊന്ന് എത്തണം. ധർമ്മവും എത്തി, പ്രാർത്ഥന എത്തി, അവൻ നീയും കൂടി ഇങ്ങോട്ട് വരണം. അതിനൊരു മാർഗമുണ്ട്. ആണ്ട് പത്രോസ് ഉപദേശി അവിടെ ഉണ്ട്. പുള്ളിയെ വിളിച്ച് ഒന്ന് പ്രസംഗം കേൾക്കണം. പ്രസംഗം കേൾക്കുമെന്ന് പറഞ്ഞാൽ പ്രസംഗത്തിന് മാർക്കിടാനോ പോയിന്റ് കുറിച്ചെടുക്കാനല്ല. പത്രോസ് വന്ന് സുവിശേഷം പറയും. എന്ന് പറഞ്ഞാൽ നീ സുവിശേഷം കേൾക്കണം. നീ നല്ല മനുഷ്യനായിരിക്കും, ഭക്തനായിരിക്കും, ധർമ്മം കൊടുക്കുന്ന വ്യക്തിയായിരിക്കും, നല്ല ഉദ്യോഗസ്ഥനുമാ, നല്ല കാര്യം. പക്ഷേ ഏത് മിടുക്കനാന്നേലും നീ സുവിശേഷം കേൾക്കണം. എല്ലാവരും ഇത് കേൾക്കണം. നിന്നെ പോലൊരു ഭക്തൻ ഈ ദേശത്ത് പാലക്കാടില്ലായിരിക്കും, നല്ല കാര്യം, അഭിനന്ദിക്കുന്നു. പക്ഷേ ഭക്തനാന്നേലും സുവിശേഷം കേൾക്കണം. നിന്നെ പോലെ ധർമ്മം കൊടുക്കുന്ന ഒരു വ്യക്തി ഈ ദേശത്ത് കാണത്തില്ല, അഭിനന്ദിക്കുന്നു. പക്ഷേ നീ സുവിശേഷം കേൾക്കണം. അതുകൊണ്ടാ പത്രോസിനെ വിളിക്കാൻ.
എന്നാ പിന്നെ ദൂതൻ ഇതങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. ഇല്ല, ദൂതനെ ഏൽപ്പിച്ചിട്ടില്ല. അത് ദൈവദാസന്മാരെയായി ഏൽപ്പിച്ചേക്കുന്നേ. അവൻ മനുഷ്യനെയായി ഏൽപ്പിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് പത്രോസിനെ വിളിച്ചത്. പത്രോസാണ് ഒരു ചില വിളച്ചിലുമൊക്കെ ഉള്ളയാളാ. പുള്ളി എല്ലാ വീട്ടിലും ഒന്നും അങ്ങനെ പോകത്തില്ല. നമ്മുടെ ഇടയിലും അങ്ങനെ വിളച്ചിലുകാരുണ്ട്. ചില വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ പോകത്തില്ല. അഥവാ പോയാലും താമസിച്ചേ പോകൂ. താമസിച്ച് പോയാലും പുറകിലേ ഇരിക്കൂ. പുറകിലേ ഇരുന്നാലും തീരുന്നതിന് മുന്നേ മാപ്പിളയും പെമ്പിളയും കൂടെ സ്ഥലവും കാലിയാക്കുക. അവിടുന്ന് കട്ടം കുടിക്കുകയാട്ട് ഭക്ഷണം കഴിക്കാട്ട് വന്ന് അന്നൊരു പ്രത്യേക ഉപവാസമൊക്കെ ഉണ്ട്. അങ്ങനെ ഉപവാസമാണെന്ന് പറഞ്ഞ പോയ ആൾക്കാരുടെ പുറകെ ചെന്നപ്പോൾ അവർ വീട്ടിൽ ഇരുന്നല്ല പേശയെ കഴിക്കുക. അത് വേറൊരു ഉപവാസം ഉണ്ട്. ഇതിനകത്തുമൊക്കെ കാണുമ്പോൾ അമ്മ ഇരിക്കുക. ഇപ്പം കണ്ടാൽ അറിയത്തുമില്ല. പത്രോസിനും അങ്ങനത്തെ ചില ചില സ്വഭാവങ്ങളുണ്ട്. അതുകൊണ്ട് കർത്താവ് ഒരു തുപ്പട്ടി ഇറക്കി കാണിച്ചു. സകല നാൽക്കാലിയും മൃഗജാതി ഇടജാതി കൊണ്ട് അറുത്ത് ഭക്ഷിക്കാൻ പത്രോസ് പറഞ്ഞു, ഞാൻ അശുദ്ധമായതോ മലിനമായതൊന്നും ഭുജിച്ചിട്ടില്ല. അല്ലല്ലല്ല, ഞാൻ വിശുദ്ധീകരിച്ചതിന് നീ എന്തിനാ മലിനമെന്നുണ്ടെന്നത് എന്ന് പറഞ്ഞാൽ ഉള്ള പന്നിയെയും പാറ്റായെയും ഉള്ള കണ്ടം പൂച്ചേനെയും തിന്നണമെന്നല്ലീ പറഞ്ഞു. ഇത് കേട്ടോണ്ട് നമ്മുടെ ആൾക്കാർ മുഴുവൻ ഏതാ നമ്മുടെ ആൾക്കാരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ആട്ടെ. ഒരുത്തനോട് പറഞ്ഞു, ഞാൻ കണ്ടം പൂച്ചയെ തിന്നുമെന്ന്. ഞാൻ പറഞ്ഞു, മിണ്ടിപ്പോകരുത്, തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും. പെരുമ്പാമ്പിനെ തിരിയോ, എന്തെല്ലാം തിന്നാനുണ്ട്. അവൻ പെരുമ്പാമ്പിന് ഉള്ള പന്നിയും പെരുമ്പാമ്പും എന്ന് വേണ്ട ആവശ്യമില്ലാത്തതല്ല. അതിനെന്നെ ഇത് തിന്നല്ല ഇതിന്റെ സ്വഭാവമല്ലേ. പന്നിയെ തിന്ന് മുഴുവനെണ്ണോ മേളിലോട്ട് നോക്കുന്നില്ലല്ലോ. എല്ലാം ഇങ്ങനല്ലേ. പിന്നെ ആകെ കൂടെ പിന്നെ മേളിലോട്ട് നോക്കുന്ന 4 കാലും കൂച്ചിക്കെട്ടി കമ്പയിൽ ഇങ്ങനെ കൊണ്ടുപോകും ഈസ്റ്ററിന് കണ്ടിക്കാൻ. അന്നേരം ആ പുള്ളി മേളിലോട്ട് ഉടനെ പറയാ, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ഇപ്പോൾ ആ പുള്ളിക്ക് 19-ാം സങ്കീർത്തനം ഓർമ്മ വന്നത്. ജീവിച്ച കാലത്തൊന്നും പുള്ളിക്ക് 19-ാം സങ്കീർത്തനം ഇപ്പൊ പറയാ, ചന്ദ്രബിംബം എത്ര മനോഹരം, ദൈവത്തിന്റെ ജ്ഞാനം എന്ത് മനോഹരം. ആകാശ ഗംഗ പറഞ്ഞേച്ച് പിന്നെ തീരുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് അറുത്ത് ഭക്ഷിക്കാൻ പറഞ്ഞത് ദൈവം വിശുദ്ധീകരിച്ചതിന് നീ മലിനമെന്നരുത്. എന്തിനേറെ അങ്ങനെ പത്രോസ് ദൈവാലോചന പ്രകാരം കൊർന്നല്യോസിന്റെ വീട്ടിൽ ചെന്നപ്പോ എല്ലാരെയും വിളിച്ചു കൂട്ടി വെച്ച് കൊർന്നല്യോസ് പറഞ്ഞ വന്നതുപകാരം. പത്രോസ് സുവിശേഷം പറഞ്ഞു. 44-ാം വാക്യം വായിച്ചേ. 44 അയക്കേ 10:44. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ, ഈ വാക്കുകളെ സുവിശേഷം ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം സുവിശേഷം. അത് സുവിശേഷമായി വചനം എന്തുവാ? ഒരു വാക്യം തെളിവിന് വായിച്ചേ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിച്ചേ. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും നിശ്ചയത്തോടെ. ശ്രദ്ധിക്കുക, അപ്പോൾ സുവിശേഷം വചനമാണ്. അപ്പോൾ പത്രോസ് ഈ വാക്കുകളെ വചനം പറഞ്ഞു. വചനം എന്നുള്ളത് സുവിശേഷം. ഇനി 10:44 വായിച്ചാട്ടെ. പത്രോസ് ഒന്നുകൂടെ വായിക്കുന്ന 44. ഈ വാക്കുകൾ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം സുവിശേഷം കേട്ട എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്ന് അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വ ആ ബാഗ് എടുത്ത് മടിയിലോട്ട് വെച്ച കസാര അമ്മയ്ക്ക് കൊടുക്ക്. ബാഗ് താണ്ടിരിക്കുന്നു ഞാൻ കണ്ട്. ആ തുണിയും മാറ്റ അവിടുന്ന്. ഇനി അമ്മയ്ക്ക് കസാര കൊടുക്ക. അമ്മ അവിടെ ഇരിക്കമ്മേ. ഇങ്ങോട്ട് മാറിയിരിക്കോ. ഇതൊന്നും പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ടതല്ല, നോക്കിയും കണ്ടും ചെയ്യേണ്ട കാര്യമാണ്. അല്ല തന്നെ എല്ലാവർക്കും ഈ സ്വാർത്ഥതയല്ലേ. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ വാക്കുകൾ സുവിശേഷം പത്രോസ് പറഞ്ഞു. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ ഈ വാക്കുകളെ പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് ഊമം തെറ്റിയിരുന്നല്ല. ഇപ്പോൾ ഈ പരിശുദ്ധാത്മാവ് വരുമ്പോ ചിലര് ഇങ്ങനെ അങ്ങ് ഇരിക്കുക. പരിശുദ്ധാത്മാവ് വന്ന് വെച്ച് പോവുകയോ എടുക്കുവോ?
അങ്ങനെയാണോ മോളെ? നിങ്ങൾ വർത്താനം പറയാന്ന് വായിക്കോ വെച്ചേ. പരിശുദ്ധാത്മാവ് വന്നു. ആ പരിശുദ്ധാത്മാവ് വന്നപ്പോ ഇങ്ങനെ മിണ്ടാതെ മൃഗലിക്കാതെ ഇരിക്കുകയാണോ? അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും ദൈവത്തെ മഹത്വീകരിക്കുകയും കേൾക്കയാൽ. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ കയ്യും കട്ടി വായും പൂട്ടി മിണ്ടാതെ മൃഗലിക്കാതെ ഊമം തെറ്റിയിരിക്കുകയല്ല. അവൻ ആത്മസ്നാനം പ്രാപിച്ചു കഴിയുമ്പോൾ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അന്യഭാഷ ഭാഷണത്തോട് നീ ദൈവത്തെ സ്തുതിക്കണം. ചില ആൾക്കാര് പറയുന്നത് ഇത് നിന്ന് പോയെന്നാ പറയുന്നത്. ഞാനിപ്പോ കണ്ണനത്തിനും തർക്കത്തിനും ഒന്നുമില്ല. ദൈവവചനത്തിൽ അങ്ങനെ ഒരു വാക്യം നിന്നെന്ന് ഇല്ല. പിന്നെ നമ്മുടെ അനുഭവത്തിലുമില്ല, ഇല്ല, വചനത്തിലുമില്ല, ജീവിതാനുഭവത്തിലുമില്ല. ഇത് രണ്ടുമാണല്ലോ പ്രധാനം. അതിലേറ്റവും പ്രധാനം വചനമാണ്. അതുകൊണ്ട് തർക്കത്തിനോ വാദത്തിനോ ഉടക്കിനൊന്നും ഞാനില്ല. ഇനി അങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ചോദിക്കരുത്, ഒന്ന് കാണണം. ഇല്ല, വേദപുസ്തകം വായിച്ചാൽ മതി. അയ്യോ, ഗുരുവും ശിഷ്യനും കൂടെ എന്ത് തർക്കവും കണ്ണനവും നടത്തി ഇല്ലേ? ഗുരുവും ശിഷ്യനും. ഗുരു ആറാട്ടുപുഴയെ കണ്ണിക്കുമ്പോൾ ശിഷ്യൻ കുമ്പനാട് കണ്ണിക്കും. പിറ്റേന്ന് ശിഷ്യൻ പോയി ആറന്മുളയെ കണ്ണിക്കുമ്പം ഗുരു മാരാമണ്ണ് കണ്ണിക്കും. ശിഷ്യനും ഗുരുവും കൂടെ എന്തോ പ്രശ്നമാണ്. രണ്ടുപേരും ആരും തോക്കുന്നുമില്ല, ആരും ജയിക്കുന്നുമില്ല. അപ്പോൾ രണ്ട് വിഭാഗത്തിലുള്ളതിൽ പ്രധാനപ്പെട്ട മൂപ്പന്മാര് പറഞ്ഞു, മതി, നിർത്ത്. ഇതൊന്ന് അനുഭവിച്ചെങ്കിലേ മനസ്സിലാവൂ. അതിന് ഞാൻ തർക്കത്തിനൊന്നുമില്ല, വാദത്തിനുമില്ല, അലോക്യത്തിനൊന്നുമില്ല. പക്ഷെ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യവും കൂടെ ചേർത്ത് പറയാം. ഈ ആത്മശക്തിയിൽ നിറഞ്ഞ് ആരാധിച്ചാൽ രോഗശാന്തി ഉണ്ടാകും. അന്യായ ബന്ധനങ്ങൾ അഴിയുന്ന കണ്ടിട്ടുമുണ്ട്. അതിപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് മഹത്വം. ശരിക്കും സുവിശേഷം പറഞ്ഞാൽ ആത്മനിറവിന്റെ ആരാധന വെളിപ്പെടും.